മലയാളികൾ ഓണത്തിന്റെ വൈബിലേക്ക് കടന്നു. ഓണാഘോഷത്തിൽ നിന്നാണ്. റിപ്പോർട്ടർ ഓണം, ഒന്നൊന്നര ഓണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണം ഇങ്ങ് വന്നു. നാളെ ഉത്രാടം, അത് കഴിഞ്ഞാൽ തിരുവോണം. മലയാളികൾ ഓണത്തിന്റെ വൈബിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾക്കും തലസ്ഥാനത്ത് തുടക്കമായി. എങ്ങോട്ട് നോക്കിയാലും തിരക്കാണ്. ഒപ്പം വൈവിധ്യമാർന്ന വർണ്ണങ്ങളിൽ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കാണാം തലസ്ഥാനത്ത്. കനകക്കുന്നിലെ മനോഹരമായ കാഴ്ചകളുമായി സുനിഷ അയ്യല്ലൂർ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. സുനിഷ, ഗുഡ് ഈവനിങ് സുനിഷ. ഓണം വൈബായി. എന്താ മൂഡ്? ഓണം മൂഡ് അല്ലേ സുനിഷ? ഉറപ്പായിട്ടും വരുൺ, ഓണം ഓണായിട്ടുണ്ട്. എന്ത് മൂട്? ഓണം മൂട്. അത് മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇതാ നമുക്ക് ആദ്യം തന്നെ ഇവിടെ തുടങ്ങാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയല്ലേ? തലസ്ഥാനത്തുള്ള ആളാണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം, ഈ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് സ്ഥിരം കാഴ്ചയാണല്ലേ? സ്ഥിരമുള്ളത് നമ്മള് എല്ലാ വർഷവും വരും. വേറെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും വരും. എന്ത് ലൈറ്റ് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് കറങ്ങിയിട്ടൊക്കെ പോകും. മക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത് കയറി കറങ്ങുന്നു. എങ്ങനെയുണ്ട് ഓണം? ഉഷാറുണ്ട് മക്കളെ? സൂപ്പർ. ഓക്കെ, സെറ്റ്. ഇതാ അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞു. ഇതാ ഓണം കളറാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കനകക്കുന്നിലെ ഏത് ഭാഗത്ത് പോയാലും ജനിച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചു കാണിച്ചു കൊടുത്താൽ എല്ലാവരെയും കാണാൻ തോന്നുന്നു. നിരവധി ആളുകളാണ് അരുൺ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കനകക്കുന്നിൽ ഒരു ഭാഗത്ത് മാത്രം കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ വിവിധ വർണ്ണത്തിൽ വിവിധ രൂപത്തിലൊക്കെ പലയിടത്തും ഇങ്ങനെ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഇത്തവണയും നമ്മുടെ തൊട്ടടുത്തൊരു വൈക്കോലിന്റെ ഒരു സംഭവം കാണാം. അതായത് ഒരു വൈക്കോൽ കൂനകൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് കാണാം. ഇതിനകത്തേക്ക് കയറിയാൽ വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. അതായത് ആദ്യ തുടക്കത്തിൽ കയറിയാൽ പിന്നെ എങ്ങോട്ടാണ് എത്തുക എന്നുള്ളത് മനസ്സിലാകില്ല എന്നതെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ക്യാമറമാൻ അതിനകത്ത് പെട്ടുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അകത്തേക്ക് കയറിയാൽ പിന്നെ തിരിച്ചു വരാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേകതയാണ്. ഏതായാലും നമുക്കിനി പുറത്തേക്ക് പോയാൽ അതിനുള്ള ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. ഏതായാലും എങ്ങനെയുണ്ട് ഓണം? പിന്നെ നമ്മളെടുത്ത അടിപൊളി ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഗംഭീരം. ഏതാണ് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത്? എനിക്കത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. സൂപ്പറാണ്. എക്സ്പീരിയൻസ് ചെയ്തോ? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. മനസ്സിലായി ഔട്ടായി വന്ന് നിൽക്കുന്നുണ്ടില്ലേ? ഇതിൽ കയറി ഔട്ടായി വന്ന് നിൽക്കുന്നവരാണ് അരുൺ. ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം. ഓണായിട്ടുണ്ട്. ഓണം കളർഫുൾ ആണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോ ഈ ക്യൂ ഒക്കെ എപ്പോ കഴിയുമെന്നുള്ളതാണ്. ഇതൊരു ഭാഗത്ത് മാത്രം കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെയാണ്. ഒരുപക്ഷെ തലസ്ഥാനത്ത് കയറി ഇങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ നോക്കിയാലും കളർഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കുമെന്ന് അറിയില്ല, കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ് ഇതിലൊരു കാഴ്ച. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? ഓണം സൂപ്പർ. കളറായിട്ടുണ്ടോ? ഓണം മൂഡിലേക്ക് മാറിയോ? മാറിയിട്ടുണ്ട്. ഉഷാറാണോ? അടിപൊളിയാണ്. ഇപ്പൊ ഈ വൈക്കോലിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണല്ലേ? കളറല്ലേ ഓണം? അടിപൊളിയാണ്. ചെറുതാർക്കല്ലേ? പൊളിയോണം. ഇതാ എല്ലാവർക്കും ഇത് മാത്രമാണ് അരുൺ പറയാനുള്ളത്. ഏതായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ ഓണത്തിന്റെ ആഘോഷം. ഇനി അങ്ങോട്ട് ഒരാഴ്ച ഓണാഘോഷം അങ്ങ് തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തലസ്ഥാനത്തേക്ക് വന്നാൽ ആളുകൾക്ക് ഇത് ഇങ്ങനെ വർണ്ണക്കാഴ്ചകൾ കണ്ടു തന്നെ ഈ ആഘോഷത്തിന്റെ ഒരു ചൂടും ചൂരും ഒക്കെ അറിയാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതാ തലസ്ഥാന ഓണത്തിന്റെ വൈബിലേക്ക് പൂർണ്ണമായും ദീപാലങ്കാരങ്ങളിൽ അവിടുത്തെ ഏറ്റവും ഗംഭീരമായത് ഏതാ? സ്പെഷ്യൽ അട്രാക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അരുൺ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സംശയം എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ ഇതാണ് നല്ലത് എന്ന് തോന്നും. ഇനി കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ ഒരു ചെമ്പരത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് കാണിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ വൈഡായിട്ട് കാണിച്ചു തന്നാൽ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ വിചാരിക്കും ഇതാണ് ഗംഭീരം, അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അതാണ് ഗംഭീരം എന്ന് തോന്നും. അങ്ങനെ വിവിധ തരത്തിൽ വിവിധ കോൺസെപ്റ്റോട് കൂടിയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ചെമ്പരത്തി ഉണ്ട്. അതായത് ഒരു ഭാഗം മുഴുവനായും ചെമ്പരത്തി പൂക്കൾ, അതിന്റെ ചുറ്റിലുമായി കുറെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ മരങ്ങളൊക്കെ കാണുകയാണെങ്കിൽ മരങ്ങളാണെന്ന് തോന്നില്ല, ഒരു വൈദ്യുതി മരങ്ങൾ എന്ന് തോന്നുന്ന രീതിയിലാണ് മരങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗവും ഒന്നൊന്നായി എടുത്തു പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് അരുൺ. ഇപ്പൊ നോക്കിയാൽ ആകെ മൊത്തത്തിൽ ഗംഭീരമാണ്. എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. ഇതുവരെ നടന്നു വന്നല്ലോ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഭാഗമാണ്? കനകക്കുന്നിന്റെ ആ വശം ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കുന്ന ഊഞ്ഞാലൊക്കെ കെട്ടിയത്, അതാണ് ഇഷ്ടം അല്ലേ? ഓണമൊക്കെ ഉഷാറാണോ? ഇഷ്ടപ്പെട്ട ലൈറ്റൊക്കെ സൂപ്പറാണ്. ഓക്കെ അരുൺ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഊഞ്ഞാലൊക്കെ കെട്ടിയ സ്ഥലം കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതാ ഇങ്ങനെ കാണുമ്പോ കാണാം, ഇങ്ങനെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നല്ല കളറാണ്. വൈബ് ഓണത്തിലേക്ക് ഏതായാലും തലസ്ഥാനം കടന്നു കഴിഞ്ഞിട്ടുണ്ട് അരുൺ.
ഓക്കെ സുനിഷ പറഞ്ഞു കേട്ടിട്ട് അങ്ങ് തലസ്ഥാന നഗരത്തിലോട്ട് വരാൻ തോന്നുന്നു. ഈ ദീപാലങ്കാരങ്ങളൊക്കെ കാണാൻ. യഥാർത്ഥത്തിൽ ഓണം കേരളത്തിലുള്ളത് പലയിടങ്ങളിലും ഓണം ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തെ ഓണത്തിന് ഒരു പ്രത്യേക വൈബാണ്, തലസ്ഥാനത്തെ ഓണത്തിന്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സമയം കിട്ടുകയാണെങ്കിൽ ഈ ഓണം വാരാഘോഷം തീരുന്നതിന് മുമ്പായി തലസ്ഥാന നഗരിയിൽ പോയ വൈദ്യുതി ദീപാലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണുക. അവിടെ സന്തോഷിച്ചിരിക്കുന്ന കുറേ മനുഷ്യരെ കാണാം. അവർ ഈ ഓണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ മനോഹരമാകും ഇനിയുള്ള എല്ലാ സായാഹ്നങ്ങളും തലസ്ഥാന നഗരിയിലും. പ്രിയപ്പെട്ടവരെ, ഈ ഓണത്തിന്റെ നല്ല കാഴ്ചകളിൽ ഒന്ന് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ച് ആസ്വദിക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. മുഖ്യമന്ത്രിയുടെ ഓണവിരുന്ന് ആയിരുന്നു ഈ സ്ഥലം. നിരവധി പ്രമുഖരും ഓണവിരുന്നിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം.